എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ആപ്ലിക്കേഷൻ എഡിറ്റിംഗ്, അതുപോലെ തന്നെ ന്യൂ ആപ്ലിക്കേഷൻ എന്നിവയുമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനം, വളരെ പ്രധാനമായത് മാത്രം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ജൂൺ മാസം 12-ാം തീയതി ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് നിലവിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി അപേക്ഷിക്കുന്നത്. ഇനി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളാണെങ്കിലും ഇനി അപേക്ഷ സമർപ്പിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിലും admission.kannur.ac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിലവിൽ അപേക്ഷ സമർപ്പിച്ചവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഇതിനായി സമയമുണ്ട്. ഇനി ഇതൊരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്കും ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഇതിനായി അനുവദിച്ചിരുന്ന സമയം. അപ്പോൾ തീർച്ചയായും നിങ്ങളിവിടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കണം എന്നുള്ളത് മാൻഡറ്ററി ആണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജുകളിൽ പ്രവേശനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ള വിദ്യാർത്ഥികളെല്ലാം അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി അപേക്ഷ സമർപ്പിച്ചവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റ് വേണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ ഒക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അലോട്ട്മെന്റ് സംബന്ധമായ വിവരങ്ങൾക്കും മറ്റു വിവരങ്ങൾക്കും വേണ്ടി ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയ കാണുന്ന മെയിൻ മിസ്കർ ഫൗണ്ടർ സ്ക്രിപ്റ്റ് ബൈ